Hey guys, welcome back to another episode of Hogwarts Legacy. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രണ്ടാമത്തെ ട്രയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചാൾസ് റോക്കോട്ടിന്റെ സെക്കൻഡ് ട്രയൽ ആയിരുന്നു അത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. സോ ഹോഗ്വാർട്സ് ലെഗസിയുടെ ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാത്തുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക, അല്ലെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ എന്താണ്, എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങളെന്നെല്ലാം ഒരു പിടുത്തം കിട്ടും. സോ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന മെയിൻ മിഷൻ എന്ന് പറയുന്നത് മീറ്റ് പോപ്പി സ്യൂറ്റി എന്ന് പറയുന്ന നമ്മുടെ ഹോഗ്വാർട്സിലെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു മിഷനാണ്. സോ അവളാണ് നമുക്ക് ഹൈവിങ്ങിനെയൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ബീസ്റ്റ് ക്ലാസ്സിന് ശേഷം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പോപ്പി സ്യൂറ്റിയുടെ ആ ഒരു മിഷൻ അങ്ങ് ചെയ്യാം. ഹൈവിങ്ങിൻ്റെ കൂടെ തന്നെ പോകാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹൈവിങ്, ഗോ അവേ. Highwing, go! Up to go. ഓക്കെ, ഞാൻ ഏകദേശം നമ്മുടെ ഹോഗ്വാർട്സ് സ്കൂളിൽ നിന്ന് നേരെ ഇവിടെ എത്തിയായിരുന്നു ഒന്ന് ഫാസ്റ്റ് ട്രാവൽ അടിച്ചിട്ട്. അപ്പോൾ ഇവിടെ മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഇത് കണ്ട ആ ഒരു മരത്തിലൊക്കെ നോക്കിയാൽ ഒരു ഡെപ്ത്, ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു മഞ്ഞിൻ്റെ ഇതൊക്കെ നൈസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എവിടെ പോപ്പി, ഇവിടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണോ? ഇനി പോപ്പി അന്വേഷിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇറങ്ങിക്കോ. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ലെറ്റ്സ് ഗോ. Is Highwing all right? Natty told me what the two of you did. ഹൈവിങ് എൻ്റെ സേഫ് ആണ്. നാറ്റി പറഞ്ഞായിരുന്നു ഹൈവിങ്ങിന്റെ കാര്യം നമ്മൾ പിടിച്ചോണ്ട് വന്നതിന്റെയൊക്കെ. Highwing's fine. I'm keeping an eye on her. Yes, എൻ്റെ സേഫ് ആണ്. I promise. Good. Whatever the poachers are up to, I want Highwing far from it. You said you had news about the poachers and that some of it had to do with me. It did. Poachers? I overheard them talking in the Hog's Head, and did you know that they have orders from Victor Rookwood to capture you on sight? Does this have anything to do with Rookwood and Harlow coming for you in the Three Broomsticks after the troll attack? Yeah. It does, somewhat. But Harlowയും റോക്കോട്ടും നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. സോ അതിന്റെ കാര്യമാണ് പറയുന്നത്. ബ്രൂംസ്റ്റിക്കിൽ വെച്ചിട്ട് കണ്ടത്. But I hope you'll let me know if I can be of help, especially after what you did for Highwing. Yeah. Does the name Hauntel Hall mean anything to you? Wondrous Hall? എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. ഒരു ഹോളിനെ കുറിച്ച് പറയുന്നത്. Best kept secret apparently. The name came up twice, but they never went into detail. I also overheard one of them bragging about all the gold they're making at the expense of innocent creatures, undoubtedly. ഇവരുണ്ടല്ലോ പോച്ചേഴ്സ്. Poachers spoke of this area, and I thought if we searched around a bit, it might give us clues as to what they're doing. If you ever meet my gran, this trip never happened. നിന്റെ സീക്രട്ട് എൻ്റെ തന്നെ സേഫ് ആയിട്ടിരിക്കും. Not to worry, Poppy. If I ever meet your gran, I shall not speak a word of this. I normally tell her everything. She might be my best friend after Highwing, but she knows how I feel about the poachers. I think she worries I'll do something ill-advised. Whatever gave her that idea? Okay, ഇപ്പോ ഇവള് പറഞ്ഞത് ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഓക്കെ, അതായത് പോപ്പി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പോർച്ചേഴ്സ് ഉണ്ടല്ലോ, പോർച്ചേഴ്സ് എന്ന് പറയാൻ നമ്മുടെ ഈ കാട്ടിലൊക്കെ ഈ ജന്തുക്കളെയൊക്കെ വേട്ടയാടുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. സോ ഇവന്മാര് ഈ എന്താ പറയുക ഇതേപോലുള്ള ബീസ്റ്റുകളിനെ പിടിച്ചിട്ട് അവരെ എന്താ പറയുക കൂട്ടിൽ കൊണ്ട് അടച്ച് ഇവരെ വിൽക്കുന്നു, ഗോൾഡിനായിട്ട് വിൽക്കുന്ന ഒരു സംഭവം ഇവള് കണ്ടുപിടിച്ചായിരുന്നു. നാറ്റി നമ്മുടെ ഹോളൻ്റെ കൂടെ പോയതാണൊക്കെ ഇവരെ ബാക്കിൽ നിന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഏരിയ പറഞ്ഞത് എന്തോ ഒരു ഹോളാണ് പറഞ്ഞത്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. സോ ആ ഒരു സ്ഥലത്തോട്ടാണ് നമുക്കിനി പോകാനുള്ളത് കേട്ടോ ഇവളുടെ കൂടെ. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു. ഈ ഫോർബിഡൻ ഫോറസ്റ്റിൽ കണ്ടു വരുന്ന ആൾക്കാരാണ് സെന്റോഴ്സ്. ഇവര് മറ്റേ പകുതി ഹോഴ്സും പകുതി മനുഷ്യനും. Please, we don't want any trouble. Yeah. We're simply passing through. Yeah, ഞങ്ങൾ ഇതുവഴി ചുമ്മാ പോകുന്നേ ഉള്ളൂ. That we do not notice more and more of your kind around here, in league with the poachers. No, ഞങ്ങൾ പോച്ചേഴ്സുമായിട്ട് ഒരു ബന്ധമില്ല. If anything, we want to see them stopped. Yep. I hope for your sake that is true. Our kind is swiftly losing patience with the poachers and those they work with. Yeah, I know. So ഇവര് ഈ പോർച്ചേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ ഈ അനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹോഗ്വാർട്സിന്റെ ഇതില് ഈ ഫോർബിഡൻ ഫോറസ്റ്റില് ഇവരെ കണ്ടിട്ടുണ്ട്. ഈ പോർച്ചേഴ്സിനെ ഇവര് ഹണ്ട് ചെയ്യുന്നത് നൈറ്റ് ടൈമിലല്ല.
So, yep. That could have gone worse. Centaurs aren't exactly fans of wizard kind, and the poachers aren't helping matters. But why would he think that we had anything to do with poachers? I did notice the poachers talking with a few villagers in Hogsmeade. I'm not sure why. Perhaps that's why the centaurs are suspicious. നമുക്ക് കണ്ടുപിടിക്കാം, നീ വിഷമിക്കണ്ട, എല്ലാം റെഡിയാക്കാം. പോർച്ചേസിനെയൊക്കെ നമുക്ക് തുപ്പാം. That's the third time I've seen a dugbog behave that violently. ഡഡ്ബോക്ക് ഇതേപോലെ കാണുന്നത് മൂന്നാമത്തെ തവണയാണെന്ന്. I've noticed that too. It's almost like there's something in the water. വാട്ടറിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെ ബീസ്റ്റുകളൊന്നും ഇങ്ങനെ റിയാക്ട് ചെയ്യൂല എന്ന്. അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഡോട്ട്ബോഗ് എന്ന് പറയുന്നത് എനിക്ക് വാട്ടറിനെ കാണുന്ന ഒരു മോൺസ്റ്റർ ആണ് കേട്ടോ. സോ യാ, അപ്പോൾ ഈ ഇങ്ങനത്തുള്ള ജന്തുക്കളൊന്നും ഇതേപോലെ ഒന്നും റിയാക്ട് ചെയ്യൂല. അതാണ് പോപ്പി ഇപ്പൊ പറഞ്ഞു വരുന്നത്. സോ എന്തോ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. This is odd. What is it? Not entirely sure, but look around. If the poachers were here, perhaps we can find out why. Revelio. ഓക്കെ, ഇവിടെ ഈ ക്യാമ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടാ. ഇവിടെ ഒരു കേജ് Why wouldn't ഇരിപ്പുണ്ട്. they take their cages with them when they left? അവര് കേജ് കൊണ്ടുപോകാത്തത് എന്താന്നോ? ഇവിടെ Parrots. Poor beasts. ഇത് മോൺസ്റ്റേഴ്സിന്റെ തോലാണ് കേട്ടോ. അത് ബീസ്റ്റിൻസിന്റെ ഒക്കെ ഈ തോലുകളാണ് ഈ കിടക്കുന്നത്. ഇവന്മാര് ഈ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, Still smoking. സ്റ്റിൽ They can't സ്മോക്കിംഗ്. have been gone long. ഓക്കെ, ഇവര് ഒരുപാട് ദൂരം പോവാൻ ചാൻസ് ഇല്ല. ഇപ്പോഴാണ്ട് പോയിട്ടുള്ളതാണ് ഇവിടെ നിന്ന്. This is goblin metal. ഓ, Seems out of place in a poacher camp. ഇത് ഗോബ്ലിൻസിന്റെ മെറ്റലാണ്. സോ ഗോബ്ലിൻസിന്റെ ശരീരത്തിൽ ഇതേപോലെയുള്ള മെറ്റലാണ്, നിങ്ങൾ കണ്ടു കാണും. സോ ആ ഒരു മെറ്റൽ പോർച്ചേഴ്സിന്റെ ക്യാമ്പിൽ എന്തിനാണ് വന്നത്? ഇവിടെ എന്താണ് ഇതിന്റെ കാര്യം? അതാ ഈ ഗോബ്ലിൻസിന്റെ ആർമർ എന്താ കണ്ടോ? അവന്മാരെ കയ്യിരിക്കുന്ന സാധനങ്ങളാണ് മൊത്തം ഇവിടെ ഇരിക്കുന്നത്. നമുക്കിനി പോപ്പിയുടെ അടുത്ത് പോയി സംസാരിക്കണം കേട്ടോ. പോപ്പി, ഞാൻ അവിടെ ഒരു ഗോബ്ലിൻ ആർമർ കണ്ടു. യെസ്, ഒരു ഗോബ്ലിൻ ആർമർ. Poachers were here. All sorts of evidence. But I found something else. It's goblin made. I found goblin armor. Yep. Let's keep searching. അവള് but കണ്ടായിരുന്നു കേട്ടോ carefully. ഗോബ്ലിൻ ആർമർ. Merlin only knows what's going on here. I don't have a good feeling about this. ഇറ്റ്സ് ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. പോപ്പി, എങ്ങോട്ടാ പോവേണ്ടേ? How do goblin and poacher interests align? എനിക്ക് അറിയില്ല. Look, down there. ഓ, ദാ ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. Poachers. No creatures though. So what are they doing out here? Let's take a closer look. They won't be happy to see us. Should we use disillusionment? Or Okay. perhaps a less discreet approach? Hard to say from up here. Let's get a better lay of the land. ഓക്കെ, നമുക്ക് സ്റ്റെൽത്തായിട്ട് കൊല്ലുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒരു ഏകദേശം കുറച്ച് ആൾക്കാരുണ്ട്. ഇവന്മാരെല്ലാം അങ്ങ് സ്റ്റെൽത്തായിട്ട് എടുക്കാം. സ്റ്റെൽത്ത് വർക്ക് ആവുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആണോ? ഇവിടെ ഗോബ്ലിൻസ്. ഇവൻ പോർച്ചേഴ്സ് ആണ് കേട്ടോ ഇവന്മാരുള്ളത്. ഓരോരുത്തന്മാരെ അങ്ങ് എടുക്കാം. അടുത്ത് പോയിട്ട് സ്റ്റെൽത്ത് അടിക്കാം. മോനെ. ഓക്കെ, ഈ ഒരു സാധനത്തിന്റെ ഉപയോഗം എത്രയൊക്കെ ഹെൽത്ത് ഉള്ളവനാണെങ്കിലും സ്റ്റെൽത്ത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചത്തോളും. അതാണ് ഇതിന്റെ ഗുണം. ഓക്കെ, ദാ ഇവിടെ ഒരുത്തനുണ്ട്. ഇവനെ നൈസായിട്ട് എടുക്കാം. ബേക്കിൽ കൂടെ പോവാ, അങ്ങ് എടുക്കാം. ഇതാ മോനെ, സുഖമല്ല? വരട്ടെ 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 മക്കളെ. ഏതാണ്ട് അവിടെ പോയി നോക്കടാ. അവിടെ Merlin, you'd think they were guarding the Minister for Magic Okay, himself. What is going on here? ഇറ്റ്സ് ഓക്കെ, ഞാനത് ചെയ്യാം. നമുക്കത് ചെയ്യാം. പക്ഷേ ഞാൻ അവനെ അടിച്ച ടൈമിലുണ്ടല്ലോ വേറൊരു പണി കിട്ടി. പാലം പൊട്ടിപ്പോയി. ഇനി പാലം റിപ്പയർ ചെയ്യണം. നല്ലതാ. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ റിപ്പയറോ.
അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ആ സാധനം. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഓക്കെ, ഇതാ ഇവിടെ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇനി. ഓക്കെ, ഇത് പോകുന്ന വഴിക്ക് കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ലൂട്ട് മുഖ്യം പോയിക്കില്ല. ഇതെല്ലാം എനിക്ക്. ഓ, എൻ്റെ അടുത്ത ടെൻറ്റ്, പോച്ചർ ടെൻറ്റ്. What in Merlin's name? Are those What? Dragons-ഓ? ഓ, അതിന്റെ കഴുത്തിടുന്ന റിങ്ങാണ് നമ്മൾ അവിടെ കണ്ടതല്ലേ എപ്പോഴേ നമ്മൾ അറ്റാക്ക് ചെയ്ത ഡ്രാഗൺ. ഇതേപോലെ ഒരു ഡ്രാഗനാണ് അറ്റാക്ക് ചെയ്തത്. സോ ഇവരെല്ലാം അടിമയാക്കി വെച്ചേക്കും ഇവന്മാര്. It's a dragon fighting ring. Haunted Hall. ഇതാണ്. This is Hauntel Hall. The name makes sense now, and the ഇതൊരു secrecy. No wonder the poachers were in Hogsmeade so much. Likely taking bets and spreading the word. Okay. Given how crowded it is here, how could they possibly enjoy this? The centaurs have every right to be disgusted with wizard kind. There must be more dragons here. The poachers are far too greedy. ഇവിടെ ഒരുപാട് to run ഡ്രാഗൺസ് fighting when കാണും. only 2 സോ dragons. ഇതേപോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ബെറ്റ് വെച്ചിട്ട് ഡ്രാഗൺ ഫൈറ്റ് കാണുവാണ്. ഈ പോർച്ചേഴ്സും ഗോബ്ലിൻസും ആണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. Don't know what Victor was thinking, striking a ഓക്കെ, ഇതുകൊണ്ടോ എന്റെ അമ്മോ, ആൾക്കാരൊക്കെ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ കാണാൻ നിൽക്കുന്നതെന്ന്. സോ ഇവന്മാരെല്ലാം പൈസ കൊടുത്ത് ബെറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രാഗൺ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി താഴോട്ട് ഇറങ്ങി പോണം കേട്ടോ. ഇവിടെ നല്ലേ പോകുന്നത്. ഇങ്ങോട്ടാ പോവേണ്ടേന്ന് കണ്ടുപിടിക്കട്ടെ. ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. വെളിയിലോട്ടല്ല. അപ്പോഴിത് എങ്ങോട്ടാ? മുകളിലോട്ട് കയറണോ? നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്. ഇങ്ങോട്ട് ഇതുവഴി പോണം. Have you heard from your family? There were goblins. Has either of your brothers come round to our way of thinking? Will they join us? They say we go too far. The violence is going to get us what we want. I say, if every last wizard is run through with a blade, then violence is going to get me precisely what I want. Okay, bro. Sickens me to work alongside any of them. Don't know how Ramrock's stomach's being near Rookwood. Foul beast. സംസാരം കഴിയട്ടെ. Soon our necks will be out from under wizarding boots. Wizard kind will pay for what they've done. ബ്രോ ഒന്ന് റെഡി ആയിക്കോട്ടോ. ഓക്കെ, ഈസി. ഒരു വെടിക്ക് 2 പക്ഷി. ഓക്കെ, ദേ അവിടെ ഒരുത്തനുണ്ട്. ബ്രോ, ആർ യു ഹാപ്പി? ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ടാണ് പോകേണ്ടത്. മുകളിലോട്ട് കയറി പോകണം കേട്ടോ. ഇൻവെസ്റ്റിഗേറ്റ്. സ്പീക്ക് വിത്ത് പോപ്പി. ഓക്കെ, പോപ്പിയോട് സംസാരിക്കണം. Ramrock and the poachers must be working together. Poppy, something's going on behind you. What's going on down there? Wait. ഇവിടെ ഉമ്മാര് ഡ്രാഗൻ ഇവിടെ പൂട്ടിയിട്ടേക്കുണ്ടോ? They must have only just captured her. She's putting up quite the fight. Not a fair one, though. അവള് ഫൈറ്റിന് ഒരുങ്ങുന്നില്ല, പക്ഷേ Let's even her up, ടോർച്ചർ shall we? ചെയ്തോണ്ടിരിക്കുക. നമുക്ക് റെഡിയാക്കാം. അതായത് ഇവന്മാര് ഡ്രാഗനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതിനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവാണ്. മനസ്സിലായില്ലേ? ആ ഡ്രാഗൻ ഈ ഫൈറ്റിന് വേണ്ടി ഒരുക്കമല്ല, പക്ഷെ അതിനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. Look, they've got a dragon egg. Hebridean from the looks of it. We
can't leave it here, not with the plans they likely have for it. Okay, ഡ്രാഗന്റെ എഗ് ദാ ഇവിടെ ഉണ്ട് കേട്ടോ. സോ നമ്മളുടെ അത് കളക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കളക്ട്. Aloha Mora. Okay. Okay. Oh guys, dragon egg. Oh my god. Okay. Kitty. All right, I have Kitty. the egg. Yes. I'm gonna dragon egg kitty. Elements of surprise will only buy us a few seconds. Yeah, sure. Let's make them count. Okay, potions. Okay, അതിങ്ങനെ എടുത്തോട്ടെ. ആ നമുക്ക് മൊത്തം എണ്ണത്തിന് അടിച്ച് നിരത്താൻ പോവുക. ഓക്കെ, അത് തന്നെയാണ് പരിപാടി. Careful! Ramrock will want his dragon intact. ആഹാ, ആണോ ബ്രോ? ഞാനിതൊന്ന് എടുത്തോട്ടെ ബ്രോ. നമുക്കേ ഇവനെ ആദ്യമേ എടുക്കാം. ഓ ഏതാ കണ്ടാ? കണ്ട്. ഓക്കെ, മുമ്പാരാ ആണോ? പേ ചെയ്യോ? പിടിച്ചോ. എന്താണ് മോനെ, ഒന്ന് കുറച്ച് പേരെ ഫ്ലിപ്പ് ചെയ്തേ നീ. ഓക്കെ, ഇനി ഒരു മിനിറ്റ്. ക്ലേസിയസ്, നീ എന്റെ കൊച്ചിനെ പിടിക്കോടാ. നീ എന്നെ കൊച്ചിനെ പിടിക്കോ? എന്നാ പിടിച്ചോ. ഓക്കെ, എന്നാ മുമ്പാടാ. ഓക്കെ, നീ അടുത്ത ആരാണ്? എന്നാ പിടിച്ചോ. ഈസി. ഓ പെരിയ അണ്ണാച്ചി. ഒരു മിനിറ്റ് ബ്രോ, ഒരു മിനിറ്റ്. എന്നാ പിടിച്ചോ. എന്നാ പിടിച്ചോ. എന്നാ ഒരു ബുമ്പാടാ. ഓക്കെ, നിനക്ക് എത്രയാണ് വേണ്ടത്? ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, എന്നാ ഇത് പിടിച്ചോ. ഓക്കെ, ഓക്കെ, നമ്മൾ കുറച്ചു നേരം ഒന്ന് നോക്കിയിരിക്കാൻ കഴിച്ചു. ഓക്കെ, എയർബോൺ അല്ലേ? എയർബോൺ. ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ മറ്റതും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഞാൻ ആ ക്യോസ്കും കൂടെ ഒന്ന് ചെയ്തോട്ടെ. ഓക്കെ, അതിന്റെ കൂടെ എന്നാ പിടിച്ചോ. കഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ് ബ്രോ, ഞാൻ സ്പെല്ലൊന്ന് ഉപയോഗിച്ചോട്ടെ ബ്രോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എന്നാ പിടിച്ചോ. ഇനി പിടിച്ചോ. ഓക്കെ, ഇനി വാ. ഓക്കെ, എന്നാ പിടിച്ചോ. അടുത്ത പിടിച്ചോ. ഓക്കെ, എന്നാ പിടിച്ചോ. ഓക്കെ, ഞാൻ ഇത്രയും നേരം ആ ക്വസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, ഡൺ. ഈസി. ഓക്കെ, യാ ഷുവർ. ആക്കിയോ. ഓ, ഇനി ബാക്കിയാവാൻ നോക്കിയോളൂ. ഇത് നല്ല ഐഡിയ അല്ല എന്നാണ്. ഓ, ബാക്കിയുള്ളവന്മാര് വന്നു. സർപ്രൈസ്. ഓ എന്റെ അമ്മോ. അളിയ ബൈഡാ. നല്ലതാ. ഓ ആടാ, വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, മ്യൂസിക്കിന്റെ ഇത് മാറുന്നു. കരിഞ്ഞു പോയി. നമ്മള് പ്രൊട്ടേക്ക് ഉപയോഗിച്ചോണ്ട് പ്രശ്നം വന്നില്ല. ഓ സ്വീറ്റിടാ മോഹം പോകുന്ന നോക്കിയേ. നോ. ഓ അതിന്റെ ഇൻസെന്റിയോ ആ റൂഫ് കത്തിച്ചു.
ബായടാ. ഓ ഗൈസ്, ഫൈനലി നമ്മൾ ഡ്രാഗനെ ഫ്രീ ആക്കി. ഓ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണം, പൊളിഞ്ഞോണ്ടിരിക്കുക. This way. ഓ ഡ്രാഗനെ ഫ്രീ ആക്കി. That was a Hebridean black. ഹെബ്രിഡിയൻ guessing ബ്ലാക്ക്, that we have അതാണ് belongs to ആ that ഡ്രാഗന്റെ dragon. പേര് കേട്ടോ, ഹെബ്രിഡിയൻ ബ്ലാക്ക്. ഓക്കേ. I don't think she knew they had her egg. Oh. She wouldn't have left ആ without എഗ് it. എടുത്തോണ്ട് വന്ന What കാര്യം now? ഡ്രാഗൻ She didn't അറിയത്തില്ലെന്നാണ് exactly പറയുന്നത്. leave us a calling card. I don't know. Nothing about this day was expected. Not the goblins, and definitely not the fighting ring. The last thing I planned on was a dragon egg. And the poachers saw us, which cannot be good. ഓക്കേ. What should we do? എനിക്ക് ഈ എഗ് വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാനാ ചോദിക്കാം. Since the dragon we freed flew off, does that mean we get to keep the egg? I'd much rather we have it than the poachers, at least for now. But I don't think we should keep it indefinitely. ഓക്കേ. It'll be hard hiding something like this from Professor Weasley for long. പ്രൊഫസർ വീസ്ലി. ഓക്കേ. Things of poachers. Should we expect trouble from the poachers, given the trouble we just caused? ഇനി ട്രബിൾ It would be എന്തെങ്കിലും. foolish not to expect it. They're not a forgiving lot. I'm sorry to say that you likely have a larger target on your back now because of what we just did. ഓക്കെ, നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ, ഇപ്പം ഇത് ചെയ്തത് കൊണ്ട് തന്നെ പോർച്ചേഴ്സും ചിലപ്പോൾ ഈ ഗോബ്ലിൻസ് ഒക്കെ നമ്മളെ ഹാൻഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതാണ് സ്വീറ്റി പറയുന്നത്. കുഴപ്പമില്ലേ അമ്മമാർ വരട്ടെ, 2 അടി 3 ഇടി കഴിഞ്ഞോ അമ്മര കാര്യം. ലെറ്റ്സ് ഗോ. We aren't helping ourselves standing here. Let's get to safety. Yeah. We can sort this out നമുക്ക് later. ഇവിടെ നിന്ന് പോകണം. You're right. If there's anything the poachers are good at, it's tracking their prey. And right now, we're it. Yeah, sure. Be careful, won't you? Yeah, it's I okay. shall see you back at the castle. ഓക്കെ, അപ്പോൾ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി വാട്ട് നെക്സ്റ്റ് നമുക്കിപ്പോൾ ടോട്ടലി ഇനി ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആയത് കൊണ്ട് തന്നെ ഗസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ മിഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഇൻ ദ ഷാഡോ ഓഫ് ഡിസ്കവറി, അതായത് നമുക്ക് സെബാസ്റ്റ്യൻ്റെ കൂടെ അണ്ടർക്രാഫ്റ്റിൽ പോയിട്ട് സംസാരിക്കണം, ആ ഒരു മിഷനുണ്ട്. പിന്നെ നമ്മുടെ റൂം ഓഫ് റെക്കമെൻസിനകത്ത് ഡീക്കിനോട് പോയി സംസാരിക്കണം. അതായത് ഡീക്കിനോട് പോയി സംസാരിക്കണം നമ്മുടെ ഈ ബീസ്റ്റുകളല്ലേ, ബീസ്റ്റിനെ ബ്രീഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിഷനാണ് ഈ കാണുന്നത്. സോ നമ്മളെ ഇപ്പോൾ ഒരു ഡ്രാഗൺ എഗ് ഉണ്ട്. സോ അത് നമ്മുടെ കയ്യിൽ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് പ്രൊഫസർ വീസ്ലിനോട് പോയി സംസാരിച്ചിട്ട് സോ അവരുടെ കൊടുക്കാനുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. നോക്കട്ടെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യാനായിട്ടുള്ളത് വെയിറ്റ്. ഒരുമാരെല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഞാൻ കിടിലുമായി അറിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്യാസിലോട്ട് പോവാം. നേരെ വെളുത്തിട്ട് ഒന്ന് ക്യാസിലോട്ട് പോവാം. It's time you learned the transformation spell. After you've completed the required tasks, which I'm certain will prove useful in finishing your field guide, attend my class to learn the new spell. Yeah, sure, Professor. Afterwards, we will discuss your progress thus far in the term. ട്രാൻസ്ഫർമേഷൻ സ്പെല്ല്, ഓടാ ഞാൻ കാത്തിരുന്ന സ്പെല്ലാണിത്. ട്രാൻസ്ഫർമേഷൻ സ്പെല്ല് എന്ന് പറയുന്നത് ഈ ഒരു സ്പെല്ലാണ്, കണ്ടോ? ഈ സ്പെല്ല് ഉപയോഗിച്ചാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിമീസിനുണ്ടല്ലോ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്ത അപ്ഗ്രേഡ് എന്ന് പറയുന്നത് എനിമീസിനെ നമുക്ക് എന്താ പറയുക, ഒരു TNT ബാരൽ പോലെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് അടിച്ച് പൊട്ടിക്കാനായിട്ട് പറ്റും. ഇത് നല്ലൊരു സ്പെല്ലാണ്, നല്ല കൺട്രോളിങ്ങിനായിട്ടുള്ള ഒരു സ്പെല്ലാണ് കേട്ടോ. സോ ആ സ്പെല്ല് പഠിക്കാനായിട്ടാണ്. അത് പഠിക്കുന്നതിനായിട്ട് നമുക്ക് പ്രൊഫസർ വീസ്ലി എന്തെങ്കിലും ഒരു സംഭവം തന്ന് കാണും, എന്തെങ്കിലും അസൈൻമെൻറ്റ് തന്ന് കാണും. നോക്കട്ടെ, യെസ്, അസൈൻമെൻ്റ് ഉണ്ട്. കളക്ട് ഫീൽഡ് ഗൈഡ് പേജ്. ഇവിടെ ആയിട്ടാണ്. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമുക്കത് കണ്ടുപിടിക്കാൻ. Professor Weasley asked me to find should be around here somewhere. ഇവിടെ എങ്ങാണ്ടാണ്. Revelio. Looking for the book Intermediate Transfiguration. സോഫിയ, ഇത് ഇവളുടെ സൈഡ് മിഷൻ ആണോ അതോ? നോക്കട്ടെ. Professor Weasley asked me ഇവളുടെ തന്നെ to get something from that book. May I have it? Did she now? I'll give you this book Okay. if you humor me by answering a few questions from my quiz. Quiz? no.
Some people call bits of knowledge trivia. I would argue that no knowledge is trivial. Hence, I have created a small quiz just for fun, focusing mainly on the lore of the wizarding world. None of the other students will try it, no matter how many times I ask. They all say they have enough with schoolwork. Ugh, they don't value knowledge the way I do. Surely you're interested. I'll even start you off with a few of my easiest questions. Easy ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് പണ്ടേ ഈ ക്വസ്റ്റ്യൻ ഇഷ്ടമല്ല. If that's the only way I can convince you to give me that book, then let's get it over with. Splendid! Just a few questions and then I'll hand over this book. Let us begin. Before the invention of the golden snitch, which magical creature was used in a game of Quidditch? ക്വിഡിച്ചിനകത്ത് സ്നേക്ക് ബേർഡ് ഗോൾഡൻ എടാ ഇതിലേതായിരുന്നു ഗോൾഡൻ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ബിഫോർ ദ ഗോൾഡൻ സ്നേച്ച് വിച്ച് മാജിക്കൽ ക്രിയേഷൻ വാസ് യൂസ്ഡ് സ്നേക്ക് അല്ല ദ സ്നേക്ക് ബേർഡ് അല്ല ഇതിൽ രണ്ടില് The golden snidget. Correct! The snitch was first introduced to Quidditch in 1269 by a wizard named Barbarous Bragg. Sadly, they're thought to be extinct. Next question. Which potion is commonly referred to as liquid luck? Felix. First alle. Adalle. Felix Felicis. Well done. Since it makes the drinker temporarily lucky, Felix Felicis is a banned substance in all organized competitions. The tale of the three brothers involves which magical artifacts? Three brothers invest in the magical artifact. The Deathly Hallows. Last ആണോ? ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. The Deathly Hallows. Correct. According to Beedle the Bard, the Deathly Hallows consists of the Elder Wand, the Resurrection Stone, and the Cloak of Invisibility. Which ball in Quidditch is the largest? Which ball is the largest? ലാർജസ്റ്റ് ബോള് ക്വിഡിച്ചിനകത്തുള്ള ലാർജസ്റ്റ് ബോൾ ഏതാ? ഇതെന്ന് പറയുന്നത് മറ്റേ ഫ്ലൈ ചെയ്യുന്ന ബോളില്ലേ അതാണ്. പിന്നെ ലാസ്റ്റിലത്തെയാണോ? കറക്കി കുത്തി നോക്കാം. The quaffle. That's right. When a chaser throws the quaffle through one of 3 hoops in a Quidditch match, their team Harry Potter. True or false? Polyjuice potion allows the drinker to change species. The potion was false alle. False. Correct. While Polyjuice potion can be used to change things such as age or race, it cannot be used to change species. Well, I suppose this has gone on long enough. I'll put the book back on the pedestal now. If you're inclined to test your knowledge again, I have plenty more questions I could ask you. ഇതൊക്കെ ചോദിക്കേ. Any more easy ഇപ്പോ ബുക്ക് ഇതാ ഞാൻ പോയി പഠിക്കട്ടെ സാധനം. Difficult. Not now. I'm sorry. I don't have time for a quiz at the moment. Let me know if you change your mind. Yeah, sure. I put the book back on the pedestal for you. Yeah. Revelio ought to make quick work of this. Okay. Professor Weasley's tasks are complete. I should attend Transfiguration. എടാ ഞാൻ അതിൽ പകുതിയോളം കറക്കി കുത്തിയതാണ് കേട്ടോ, പക്ഷെ സാധനം സെറ്റായി. എന്താ ചെയ്യാ, ഞാൻ കിടിലോ ആയി ഗൈസ്. Lumos. Revelio. Lumos. എവിടെ ഇരിപ്പുണ്ട്? അവിടെ ഒരു ഫീൽഡ് ഗൈഡ് പേജ് ഉണ്ട് കേട്ടോ, അതിനെ എടുത്തോണ്ട് വരാനായിട്ട്. ബാബാ എൻ്റെ കൂടെ ബാ.
ഈ ചിത്രശലഭത്തിനെ നമ്മൾ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ നമുക്ക് കിട്ടും, ഒരു പേജ് കിട്ടും. അത് ഇതിനകത്തുള്ള ഒരു മിഷനാണ് സംഭവം. മിഷനല്ല, അതൊരു ചലഞ്ചാണ്. കംപ്ലീറ്റ് ചെയ്യണം നമുക്കത്. നമുക്ക് ഈ ഒരു ഗെയിം 100% കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പ്രൊഫസർ വീസ്ലിനോട് പോയി സംസാരിക്കണം. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ക്ലാസ് വരുന്ന ഏരിയ ചലഞ്ചസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ്. സോ ഇങ്ങോട്ട് പോകണം. ട്രാവൽ. How nice to see you, my young friend. പ്രൊഫസർ, ഞാൻ എത്തി. യു ക്യാൻ അഡ്വാൻസ്. ഓക്കെ, അതറിയാം. ടൈം ഇപ്പം മാറ്റണോ അല്ലേ? ഓക്കെ, ഇപ്പം ഈ ടൈമിൽ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ടൈം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒന്ന് മാപ്പിൽ കയറി ടൈം ചേഞ്ച് ചെയ്യട്ടെ. രാവിലെ പറ്റുള്ളൂ. ഓക്കെ, ടൈം ഒന്ന് മാറ്റട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. ടൈം മാറ്റാനായിട്ട് നമ്മൾ മാപ്പിൽ കയറുക. അതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ചേഞ്ച് ആവും. നാറ്റിയുടെ ഒരു മിഷൻ വന്നിട്ടുണ്ട് കേട്ടോ. സോ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് ഫ്രണ്ട്ഷിപ്പ് മിഷൻ ആണ്, മെയിൻ മിഷൻ ആയിരിക്കൂല. നാറ്റിയുടെ പോപ്പിയുടെ ഒരു മിഷൻ. May finally be safe since we rescued the dragon from Horntail Hall. Out. Settle down. Settle down. Transfiguration, as you may be weary of hearing me say, is an exact science that can take a lifetime to master. But we needn't be daunted. Almost anything can be transformed if you can just perceive the potential within it. As I see in all of you, tremendous witches and wizards, every one of you. Or it could just be my eyesight. Now, സ്പെല്ലിന്റെ ഇത് കണ്ടോ? all know what to do. അതാണ് സംഭവം. യാഷോ, സ്പെല്ല്. Let's go. Okay, done. അമ്പടാ. Beautifully done. Yes. Finally we got it. ഈ സ്പെല്ല് നൈസ് ആണ് ഗൈസ്. ഓക്കെ, ഇത് അടിപൊളി സ്പെല്ലാണ്. സ്പെല്ല് തോമസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇത് വെക്കാം, ട്രാൻസ്ഫോർമേഷൻ വെക്കാം. നൈസ് സ്പെല്ല, കോമ്പാക്റ്റിന് പറ്റിയ സാധനം. അത് നമുക്ക് വിസിലോനോട് സംസാരിക്കാം. You wanted to discuss my progress so far this term, Professor? I did. You seem to have had no trouble in getting up to speed. ഒരു കിടിലോണ് കേട്ടാ. ഒരു ഭയങ്കര ഒരു excelling in your schoolwork this year. Yeah. Thank you, Professor. The extra assignments have been helpful. As I suspected they would be. Now, it seems you've been making excellent use of the opportunities presented by your field guide. Of course, the guide isn't the only measure of success. I've heard that you were able to grow a venomous tentacula. Growing such a magical plant is an accomplishment of which you can be quite proud. Thank you, Professor. I will say I'm especially impressed with all you've accomplished in light of the rumors of your extracurricular activities. Were your meetings with Professor Black's house elf and exploration of various caves down by the lake connected in any way to Professor Fig?
Yeah. Professor Fig has encouraged me to explore when I can in an Field effort guide. to complete my field guide. I see. I admire your penchant for learning, but do remember that your classwork and field guide are designed to educate you thoroughly. It'll be the end of the year in no time, and you'll want to be well prepared for your OWLs. I'll provide a final assessment at that time to ensure that you're ready for your exams. Yep. Until then, well done. You are dismissed. Okay, thank you. Okay. ഫൈനലി നമുക്ക് ആ ഒരു കംപ്ലീറ്റ് അസൈൻമെന്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തോ. ഇനി നമുക്ക് ആ സ്പെല്ലൊന്ന് പരീക്ഷ നോക്കാം. ഗൈസ്, ഇതാണ് ആ സ്പെല്ലിന്റെ ഉപയോഗം കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ബാരലാക്കാനായിട്ട് പറ്റും. ഇനി വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. Since our visit to Feldcroft, something dawned on me about the triptych. Meet me at the Overlook, just north of the Forbidden Forest, and I'll explain. Okay. My plan with the helmet failed, but I have another idea. I think we may be able to find what we need at a goblin mine south of Hogwarts. Meet me there and bring ലോർഡ് കോഗിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. 2 മിഷൻ. ഒന്ന്, ആക്ച്വലി നമുക്ക് ഇപ്പോൾ ടോട്ടലായിട്ട് ഇത് നാറ്റിയുടെ മിഷനാണ്. നാറ്റിയുടെ മമ്മിക്ക് നമ്മളുടെ കൂടെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഡ്രാഗൺ, ഇത് പോപ്പിഡിനോ പോയി സംസാരിക്കാനുള്ളതാണ്. ആ ഡ്രാഗന്റെ എഗ്ഗിനെ തിരിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ്. പിന്നീട് ഇത് നമുക്ക് എന്താ പറയാ, സെബാസ്റ്റിനോട് സംസാരിക്കാനുള്ള അണ്ടർക്രാഫ്റ്റ്. പിന്നീട് അടുത്തതും സെബാസ്റ്റിന്റെ മീറ്റ് സെബാസ്റ്റിൻ ഓവർലോക്ക് ഫോർബിഡൻ ഫോറസ്റ്റിനകത്ത് അല്ലേ, ഓക്സ്ഫീൽഡില്, നോർത്ത് ഈസ്റ്റ് ഓക്സ്ഫീൽഡ്. ഓക്കെ, സ്പീക്സ്. ഇത് വന്നേക്കുന്നത് ലോർഡ് ഗോഗനോട് സംസാരിക്കാനുള്ളതാണ്. സോ നമുക്ക് 2 മെയിൻ മിഷൻ, 3 ഫ്രണ്ട്ഷിപ്പ് ലൈൻ. ഇതിനെ ഫ്രണ്ട്ഷിപ്പ് ലൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ ലൈനുകളാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് മെയിൻ മിഷനിൽ വരുന്ന സാധനങ്ങൾ തന്നെയാണ്. അത് മെയിൻ മിഷനിൽ വരുന്നതാണ്. പിന്നീട് ഇത് സൈഡാണ്, നമ്മുടെ റൂം ഓഫ് സംഭവം ചെയ്യാനായിട്ടുള്ള. അത് പക്ഷേ സൈഡാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരെ അണ്ടർക്രാഫ്റ്റിൽ പോയിട്ട് സെബാസ്റ്റിനോട് സംസാരിക്കാം. സെബാസ്റ്റിനോട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. അതോ ഇതിന്റെ സ്കില്ലൊന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ. ടാലന്റ് പോയിന്റ്, സ്പെൽസ്, സ്കിൽ അപ്ഗ്രേഡിങ്. ആ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടേ. ഇനി വേറൊരു കാര്യം കാണിച്ചുതരാം. റെഡി ആവോ? ഇതിപ്പം വെറും ബാരലല്ലേ. ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ചെയ്യുന്ന ടൈമിൽ കണ്ടോണേ. ഇത് കേട്ടോ, റെഡി, ലെറ്റ്സ് ഗോ. ഇത് കണ്ടോ, TNT ബാരലായി. സോ യെസ്, അതാണ് ആ സ്കിൽ അപ്ഗ്രേഡ് ആയത്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ആ ഒരു ഡാർക്ക് ആർട്ട് ക്ലാസ് ഇല്ലേ, അതാണ് ഈ അണ്ടർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങോട്ട് പോ. സെബു, സെബുടെ, സെബു. You'll never believe what I've. What did you discover in the spellbook we found in the scriptorium? അന്ന് സ്പെൽ ബുക്ക് കിട്ടിയില്ല കഴിഞ്ഞ Salazar's എപ്പിസോഡ്. spellbook was a little difficult to interpret. ഓക്കെ, But സാലസാർ fascinating. സ്ലെതറിന്റെ Evidently, സ്പെൽ he ബുക്ക് ഇത്തിരി encouraged ഡിഫിക്കൽട്ട് teaching ആണെന്ന്. dark magic at Hogwarts. ആ, Neither the Imperious Curse nor the Killing Curse was unforgivable during his time. He believed students should be prepared to use dark magic when necessary, not to fear it. That's why we had to use Crucio to gain access to the scriptorium. യാ, He didn't സ്ക്രൂഷ്യോ want his ഉപയോഗിച്ചിട്ട് അന്ന് knowledge shared കയറിയതിന്റെ with കാര്യം. anyone who was afraid of the power of dark magic. I know we had to do it to open the scriptorium, but it's not something I'd want to repeat. And I'm glad we did it, because in the spellbook I also found something else. What? References to a lost relic,
which, from what I can tell, grants the holder the power to reverse dark magic curses. And you think this relic might be able to save Anne? Precisely. ഈ സംഭവം വെച്ചിട്ട് I plan ആനെ to രക്ഷിക്കാൻ search for this പറ്റുമായിരിക്കും relic, അപ്പോഴേ. but I don't think we should tell anyone. Yeah, sure. Especially Ominous. ഒമനസിനോട് He wouldn't ഒരിക്കലും ഞാൻ understand. പറയില്ല, ഞാൻ നിർത്തി പറച്ചില്. നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഒമനസിനോട് പറയണോ? വേണ്ട വേണ്ട, അവൻ ഇത്തിരി അഹങ്കാരമാണ്, വേണ്ട പറയണ്ട. I see no reason to involve Ominous. I'm glad you agree. When I know more, I shall send an owl. Okay, ഇവന് ആ സ്പെൽ Don't ബുക്ക് feel ഇല്ലേ? sorry for Ominous. Keeping this to ourselves for now is for his own good. I'll decide what's for my own good. Ominous, we were just about to get some air. Care to join? You're a liar, Sebastian. I heard everything. You swore you'd never engage in anything to do with dark magic again. എടാ, No, I didn't. I said I understood you wanting that. I'd never swear to give up on finding a cure for Anne. You don't know when to stop, do you? I know when not to stop. Leave this alone, Ominous. I'll be on my way. എടാ, ഇത് കൂരിമേ ഗുരുവാണല്ലോ. ഇവനോട് അന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം വന്നു. ഇതിപ്പോ ഞാൻ വിചാരിച്ച് ഇവനോട് ഇത് പറയണ്ടെന്ന്. അപ്പൊ ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നം. വോട്ട് ഒമിനസിനോട് സംസാരിക്കണം. Ominous, Sebastian meant well. I know what I heard. You knew I wouldn't agree with this. Going after that relic is not a good idea. Sebastian doesn't even realize it, but he's as irresponsible and reckless now as his parents were years ago. It's why they died. What happened to Sebastian's parents? I knew his parents died, but I never heard what happened. Mr. and Mrs. Sallow were professors. Spent nearly every waking moment in the cellar library. Noses buried in books. Anne and Sebastian were upstairs when it happened. They heard a sudden crash and ran downstairs, but it was too late. Their parents had crumpled to the floor. A defect with the lamp in the cellar caused the room to fill with an undetectable toxin. Sebastian and Anne were helpless. They had no magic yet. What a horrible story. It is. That's why I can't understand Sebastian's recklessness. I've practically lost Anne. I cannot lose Sebastian too. അവന് സെബാസ്റ്റിനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. To do with that spell book. എനിക്ക് പഠിച്ചു പറ്റൂ, നീ വാടാ. സെബാസ്റ്റിന് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ആനെ രക്ഷിക്കാനായിട്ടുള്ള വഴിയാണ് നോക്കുന്നത്. സോ എനിക്ക് അവന്റെ കൂടെ നിൽക്കാനാ തോന്നുന്നേ. The spell book giving Sebastian hope. Those references in the book seem promising. Everything to do with Salazar Slytherin seems promising until it's too late. I hope Sebastian pursues this no further, but if you think he might, please let me know. It would mean a lot. Okay. അല്ല, ഒമിനിസ് പറയുന്നതിലും കാര്യമുണ്ട്. ഇവൻ ഇത്തിരി എടുത്തുചാട്ടമുള്ള ആളാണ്. ആര്, നമ്മുടെ സെബൂന്. സെബൂന് ഇത്തിരി എടുത്തുചാട്ടമാണ്. സോ അവൻ്റെ പാരൻസും ഇതേപോലെ പ്രൊഫസേഴ്സ് ആയിരുന്നു. സോ അവരൊരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതേപോലെ വീണ്ടും സെബാസ്റ്റിനും ഇതേപോലുള്ള ഒരു സംഭവം വരാൻ പാടില്ല എന്നുള്ള ഒരു സുഹൃത്ത്, ആത്മബന്ധം എന്നൊക്കെ പറയൂലേ, അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്. സോ അതിലവനൊരു വാശിയുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് ഇപ്പോൾ അടുത്ത മിഷൻ വരുന്നത് സൈഡ് ഫ്രണ്ട്ഷിപ്പ് ലൈൻ തന്നെയാണ്. നമുക്ക് നേറ്റിയുടെ ഒരു മിഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യാം, റൂം ഓഫ് റിക്വയർമെന്റ്സിൽ പോയിട്ട് നമുക്ക് ഡീക്കിനോട് സംസാരിച്ചിട്ട് ആ പരിപാടി അങ്ങ് ചെയ്യാം. ഞാൻ കരുതുന്ന അത് ചെയ്യാന്നാണ്. നമുക്ക് എന്തായാലും ബ്രീഡർ സെറ്റ് പോകണം, ഒന്ന് സെറ്റാക്കണം. എനിക്ക് എന്തായാലും അതൊരു ചലഞ്ചായിട്ട് എടുക്കാനായിട്ടുള്ള സാധനമാണ്. നമുക്കത് നമ്മുടെ 100% നമ്മുടെ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ട സാധനമാണ്. നമുക്ക് സീക്രട്ട് റൂമിലോട്ട് പോവാം. Okay, Deke. When you have a moment, please come and talk to Deke. Yeah. Ethi.
Dick. Hello, Deke. You wanted to talk to me? Yeah, Indeed. Professor Weeks. Deke thought you might want to learn how to build a breeding pen so that you breeding can pen. breed beasts. Okay. That sounds like a very good idea. Rescuing and breeding beasts go hand in hand. Young beasts are particularly vulnerable to നമുക്ക് poachers. ബീസ്റ്റിനെ ബ്രീഡ് Breeding ചെയ്യിപ്പിക്കാൻ beasts പറ്റും here കേട്ടോ. in the അതിനെ room will എന്നിട്ട് allow us നമുക്ക് to keep വിൽക്കാൻ the പറ്റും. younger ones safe. I see. What do I need to do? First, bring a pair of beasts to the room. One male, one female. Okay, Deke അതെന്റെ suggests already ഉണ്ട്. rescuing thestrals, as they're at great risk from poachers. Noble creatures, but their relationship with death gives them a bad reputation. They're prized by poachers for their tail hairs. I've seen thestrals before, but where would I find a pair of them nearby? Deke has seen some wild thestrals not too far from the Hogwarts grounds. Then you'll need to purchase a spellcraft for the pen from Tomes and Scrolls and gather the materials it requires. Yeah, Once sure. you've rescued the thestrals and you have the spellcraft, you come and find Deke. Yeah, sure. Okay. ടെസ്ട്രൽസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മോ പേര്. സോ അതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി വവ്വാലിനെ പോലെ ഇരിക്കുന്ന നമ്മുടെ പറക്കാൻ പറ്റുന്ന വേറൊരു ജന്തുവാണ്. അതായത് നമ്മുടെ ഹിപ്പോഗ്രഫില്ലേ. സോ ഹിപ്പോഗ്രഫിനെ പോലുള്ള മറ്റൊരു സാധനമാണ്. ഞാൻ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് ആ സാധനത്തിനെ. ഞാനത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഞാൻ അതിനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് മിഷൻ കംപ്ലീറ്റ് ആവില്ല. അല്ലെങ്കിൽ നമുക്ക് ഹോഗ്വാർട്സിൻ്റെ വെളിയിൽ പോകണം. അവിടെ പോയിട്ട് നമുക്ക് പിടിക്കണം ആ സാധനത്തിനെ. ഞാൻ ഓൾറെഡി അതിനെ പിടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ഇതിനെ പിടിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അവനെ എന്തായാലും ഒന്ന് തിരിച്ച് എൻ്റെ ബാഗിലോട്ട് ആക്കട്ടെ. അതിനു മുന്നേ എനിക്ക് വേറൊരു സാധനം പോയി മേടിക്കേണ്ടതായിട്ടുണ്ട്. ബാഗ് ഒന്ന് എടുത്തോട്ടെ. ഒരു ഫീമെയില് ഒരു മെയിലിനെ നമുക്ക് പിടിക്കണം. ഈ കാണുന്നില്ലേ? സോ ഇതാണ് ആ ജന്തു എന്ന് പറയുന്നത്. സോ ഒന്നൊക്കെ എറിയേണ്ട കൂട്ടില്. ഓക്കെ, അതേപോലെ ഒരാളും കൂടെ ഉണ്ട്. ഒരു മെയിലും കൂടെ അപ്പുറത്തുണ്ട്. ഞാൻ ആവശ്യമില്ലാതൊക്കെ ഞാൻ സാധനം ഉപയോഗിച്ചു. വന്നേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആ സ്പെല്ലിൻ്റെതാണ് കേസ്. ഞാൻ അറിയാതെ എൻ്റെ കീ ഒന്ന് തട്ടി അതിനകത്ത്. അതിൻ്റെ സ്പെല്ലിൻ്റെയാണ് ഈ ഇടിമിന്നലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ വരാം മക്കളെ, പിന്നെ വന്നിട്ട് ഫുഡ് തരാം. ഓക്കെ ഡീക്ക്, എനിക്ക് ഹോഗ്സ്മേഡിൽ പോകണം. ഹോഗ്സ്മേഡിൽ പോയിട്ട് നമുക്ക് സ്ക്രോൾസിൽ പോയിട്ട് എനിക്ക് ഈ സാധനം ബ്രീഡിംഗ് പെന്ന് മേടിക്കണം. ബ്രീഡിംഗ് പെൻ ഇവിടെയാണ്. സോ ഞാനിത് വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ്. നമുക്കിപ്പോഴാണ് വന്നത് കേട്ടോ. ഓക്കെ, ഇതല്ലേ ടോം സ്ക്രോൾസ്? ഇങ്ങനെയാണ്. എനിക്ക് ഈ സാധനം കണ്ടോ? ഇതിന് എത്ര രൂപ? എന്റെ 27,000 കിടക്കുവാ. ഞാൻ എന്തിനു പേടിക്കണം? എനിക്ക് വിൽക്കാനുള്ളതും കൂടെ ഞാൻ വിറ്റോട്ടെ. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട് വിൽക്കാനായിട്ട്. അതും കൂടെ അങ്ങ് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഇൻവെന്ററി സ്ലോട്ട് ഒന്ന് കൂടും. ഓക്കെ, 150 ഇതങ്ങ് വിറ്റ് കളയാം. എന്തായാലും വേണ്ട, എനിക്ക് ഗോൾഡൻ ലെജൻഡറി ഉണ്ട്. സോ അതങ്ങ് പോട്ടെ. ഓക്കെ, നമുക്ക് ഇനി തിരിച്ച് നമ്മുടെ ഡീക്കിനോട് പോയി സംസാരിക്കണം. ഡീക്കിനോട് പോയി സംസാരിച്ചാൽ മതി. ഹോഗ്സ്മെയ്ഡ് മാപ്പ്, ഹോഗ്വാർട്ട്. ഓക്കെ, നമ്മുടെ ഡീക്ക് ഞാൻ മേടിച്ചു കഴിഞ്ഞു. ഞാൻ മേടിച്ചു. Okay. I've rescued the thestrals and bought the spellcraft for the pen. Excellent. Now, to breed your thestrals, simply release them into the same vivarium in which you conjure the pen. Okay. Then use the pen to start the process. Come and see Deke when you're finished. I shall. I wonder where I should conjure their pen. Pen നമ്മൾ ഇനി എവിടെ വെക്കുമെന്നുള്ള ഒരു റൂം ചേഞ്ച് ആവുന്നു. പുതിയ ഏരിയ സ്വാമ്പ്. സോ ഈ ടെസ്ട്രൽസ്
വവ്വാലിന്റെ കുഞ്ഞ് വവ്വാൽ കുതിര. Grows tired of the room's surprises. We now have the perfect place for those thestrals. Please let Deke know once you've bred them. എടാ നമുക്ക് ടെസ്ട്രൽസ് എന്നൊന്നും പറയണ്ട. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നു. സോ ആ ജന്തു കിടക്കുന്ന ഇതേപോലുള്ള ഒരു സ്വാമ്പ് ഏരിയയിലാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള അതിന് അതേപോലത്തുള്ള ഒരു ഏരിയയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ എൻ്റെ അമ്മോ നോക്കിയേ, ഇവിടെ നൈറ്റാണ് കേട്ടോ ഫുൾ ടൈം. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ ജന്തുവിനെ റെഡിയാക്കിയാൽ മതി. സോ ഞാൻ ആദ്യമേ എൻ്റെ ഈ സാധനത്തിന് വെളിയിലാക്കണം. ഞാൻ കുഴപ്പമില്ല, ഞാൻ അറിയാതെ സ്പെല്ലെടുത്ത് കുടിച്ചു വീണ്ടും. ഓക്കെ, നമുക്ക് ഈ 2 സാധനങ്ങളില്ലേ, ഇതിനെ 2നെ ഇങ്ങോട്ട് ആക്കണം. ഒരു മെയിലും ഒരു ഫീമെയിലാണ് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ താണ്ട് അവരെ വെളിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. നിൽക്കുന്നു കേട്ടോ. സോ ഇവരൊക്കെയുള്ള ഏരിയ ആണ് ഇനി ഇത്. ഇവർ വിലസാൻ പോകുന്ന ഏരിയ. നമുക്കിനി ഇവരൊക്കെയുള്ള ബ്രീഡിങ് സെറ്റപ്പ് വെച്ച് കൊടുക്കണം. ബ്രീഡിങ്, ഫുഡ്. സോ അതിനായിട്ട് ഓക്കെ, നമ്മുടെ എവിടെ കോൺച്ചറിങ് സ്പെല്ല് ഓക്കെ ഇതിനകത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ബ്രീഡിങ് പെന്നും ഫുഡിൻ്റെ ആദ്യമേ ഫുഡിൻ്റെ വെച്ച് കൊടുക്കാം. ഫുഡ് വയ്ക്കാൻ നേരത്തെ ഇവന്മാർ ഫുഡ് വന്ന് കഴിച്ചോളും. അപ്പോഴത്തേക്കും അത് വെച്ചു. ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഈ ഫുഡ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും കേട്ടോ. അതിനായിട്ടുള്ള സാധനമാണത്. ഇനി ഇതാണ് നമ്മുടെ ബ്രീഡിങ് പെന്ന്. ഇതാണ് നമ്മളിപ്പം മേടിച്ചത്. ഇത് എന്നെ വലുതാ, ഭയങ്കര വലുതാണല്ലോ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. മുന്നോട്ട് കയറ്റി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഡൺ. ബ്രീഡിങ് പെൻ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ജന്തുക്കളെ. ഇത് കളിക്കാൻ പറ്റുന്നതാണ്, ടോയ് ആണ്. If there is any chance that the relic from Slytherin's spellbook can help her, I must find it. I'm requesting your help. Meet me outside of Feldcroft, near the catacomb. ഓക്കെ, സെബാസ്റ്റിൻ്റെ ഒരു മെസ്സേജ് വന്നു. നേരത്തെ പറഞ്ഞില്ലേ ഏതെങ്കിലും സ്പെല്ലിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നെങ്കിൽ വിളിക്കാന്ന്. സോ സെബാസ്റ്റിൻ്റെ ഒരു പുതിയൊരു മിഷൻ നമുക്ക് വന്നിട്ടുണ്ട്. വെയിറ്റ്, എവിടെ സെബു ജസ്റ്റ് ഇതാണ് ഇംപീരിയോ. വോ ഗൈസ്, ഇംപീരിയോ എന്ന് പറയുന്ന സ്പെല്ല് നല്ല കിഡിലൻ ഡാർക്ക് മാജിക് സ്പെല്ലാണ്. സോ നമുക്ക് അതിനി പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇംപീരിയോ പോയി പഠിക്കാൻ പോവുക. സോ ഇംപീരിയോ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് മാജിക് സ്പെല്ലാണ്. മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇംപീരിയോ എന്ന് പറയുന്നത്. മോനെ, ഒറ്റ സ്പെല്ലും കൂടെ ഉള്ളു, അവക്കട അവട. ആ സ്പെല്ലും കൂടെ നമുക്ക് കിട്ടാവുള്ളൂ. അപ്പൊ ഇംപീരിയോ ഇനി അടുത്ത ഇംപീരിയോ ആണ്. നമുക്ക് അത് പോയി പഠിക്കണം. സോ ബാക്ക് ടു നമ്മുടെ സംഭവം. ഇവിടെ വന്നിട്ട് നോക്കട്ടെ. അതിനു മുന്നേ ഇവരെ ഒന്ന് റെഡിയാക്കട്ടെ, ഒന്ന് സൂചിപ്പിക്കട്ടെ. ഓക്കെ, നീ വന്നേ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇവരെ ഒന്ന് ആ ഒരു ഇത് കൊടുക്കാനായിട്ടാണ്. കളക്ട്. ഓക്കെ, കളക്ട്. ഓക്കെ, ഐറ്റം കിട്ടി. ഓക്കെ, ഇതിനകത്ത് ഇനി ഇവരെ ഇട്ട് കൊടുക്കണം. ഇൻട്രാക്ട്, ബ്രീഡ്. നമ്മൾ ബ്രീഡിങ് സെറ്റപ്പ് ഉണ്ടാക്കി കണ്ടോ. അതിനകത്ത് കിടന്നോ അവൻ. ഓക്കെ, സോ അവര് ബ്രീഡാവും. ഇനി നമുക്ക് യൂസ് ബ്രീഡിങ് പെന്നത് ബ്രീഡ് ടെസ്റ്റൽസ് അത് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. മാനേജ് ബീസ്റ്റ്. നമുക്ക് ഏത് ബീസ്റ്റ് വേണമെങ്കിലും ഇവിടെ ഇടാം കണ്ടോ. ഗുഡ്. ഓൾറെഡി നൈസ്. ഓക്കെ, നീ ഇവിടെ നീ മെയിലല്ലേ, അത് ഫീമെയില്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രം മതിയാവുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇനി ഞാൻ എന്തായാലും ബ്രീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഇവനോട് പോയി സംസാരിക്കാൻ പറ്റും. ഇവിടെ വേറൊരു റൂമും കൂടെ ഓപ്പൺ ആയി കേട്ടോ. ഇത് നോക്കിയേ. അമ്പ്ര. ഓക്കെ, അത് ബ്രീഡായി കഴിഞ്ഞു കേട്ടോ. ഇന്ററാക്ട്. ഓക്കെ,
ഓക്കെ. അടാ കുഞ്ഞു നോക്കിയേ. ഓ ഗൈസ് ഇടില്ല. I should let Deke know about the newborn Thestral. ഓക്കെ, ഇനി ഡീക്കിനോട് ഇത് പോയി പറയണം കേട്ടോ, ഇവരിങ്ങനെ ഇതായിട്ടുണ്ടെന്ന്. സോ അതിനു മുന്നേ എൻ്റെ ഇരിക്കുന്ന 2 സാധനം കൊണ്ടുള്ള ഇതിനങ്ങ് ഇവിടെ ഇടാം. ഒരു മെയില് ഒരു ഫീമെയില്. ഇത് 2 മെയിലാണോ? ഓക്കെ, ഇതൊരു ഫീമെയിലാണ്. ഇത് 2 ഫീമെയിലാണ്. ഇത് 2 മെയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീക്കിനോട് പോയി സംസാരിക്കാം ഇത് എല്ലാം റെഡി ആയെന്നുള്ള കാര്യം. ഡീക്ക് 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 കുമ്മട്ടിക്ക ഡീക്ക്. Hello, Deke. You'll be pleased to know that a little Thestral was born. How wonderful to have more Thestrals in our world. Such misunderstood beasts. I'm sorry that we can both see Thestrals, Deke. Deke is privileged to see such majestic beasts, but sometimes wishes Deke couldn't. Deke is to blame. What do you mean, to blame? Years ago, Deke's master ordered Deke to help him capture a phoenix, the rarest of all beasts, that master had spotted high on a cliff. The phoenix was the most beautiful beast Deke had ever seen. Deke begged master to leave her be. When Deke hesitated to climb up the cliff as ordered, Deke had to punish himself. As Deke punished himself, master grew angrier and angrier, and in his frustration cast at the regal bird. Deke suspects the phoenix was protecting eggs when it swooped down in fear and fury. Before Deke could reach him, master fell from the cliff. Deke stayed on that cliffside for days, punishing himself, before Tobbs found him. Oh. What a horrible tale, Deke. I'm so sorry. Deke has only told Professor Weasley that story. ഇപ്പൊ നമ്മളുടെ പറയുന്നത് ഈ സ്റ്റോറി ഇതിനു മുന്നേ പ്രൊഫസർ വീസ്ലിയോട് പറഞ്ഞിട്ടുള്ളൂ. Deke feels fortunate to be at Hogwarts helping you rescue beasts. Perhaps Deke can make amends for what came before. So ഐ തിങ്ക് അത് ഫിനിക്സിനെ പിടിക്കാനായിട്ടുള്ള മിഷൻ കിട്ടിയോ നോക്കട്ടെ. ജസ്റ്റ് നോ, അത് വന്നിട്ടില്ല. സോ അത് വരുമായിരിക്കും എന്തായാലും. ഫീനിക്സിനെ പിടിക്കാനായിട്ടുള്ള ഒരു മിഷൻ തരുമായിരിക്കും നമുക്ക്. അപ്പോൾ ഫീനിക്സിനെ പിടിക്കാനായിട്ടുള്ളത് ഒരെണ്ണം ഉണ്ട് കേട്ടോ.